മെൻസ്ട്രൽ കപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നോട്. അപ്പോൾ ഇന്ന് ഞാനത് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് മെൻസ്ട്രൽ കപ്പ്. ഓക്കെ, ഇതിൻ്റെ ഏതൊക്കെയാണ് പാർട്ട്? ഇത് കപ്പാണ്, ഇത് സ്റ്റെമ്മാണ്. ഓക്കെ, ഈ കപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഇത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ഉപകാരം? ഇത് നമ്മുടെ ശരീരത്തിന് ഒരു വിധത്തിലും ഒരു റിയാക്ഷനും ഉണ്ടാക്കില്ല. അതായത് ഇത് കാരണം വല്ല സ്മെല്ലോ അല്ലെങ്കിൽ റിയാക്ഷനോ ഇൻഫെക്ഷനോ ഒന്നും തന്നെ ഉണ്ടാവാത്ത ഒരു തരം മെറ്റീരിയൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത് മെൻസ്ട്രൽ ബ്ലഡ് കളക്ട് ചെയ്യാൻ വേണ്ടി മെൻസസിൻ്റെ സമയത്താണ് ഇത് ഉപയോഗിക്കുക. ഇത് വെജൈനയിൽ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൽ മെൻസ്ട്രൽ ബ്ലഡ് കളക്ട് ആയിക്കഴിഞ്ഞാൽ ഇതിൽ ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലീൻ ആക്കുക, അത് രണ്ടാമത് ഇൻസേർട്ട് ചെയ്യുക. അതായത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിവൈസാണ് ഇത്. ഇതിന് 3 സൈസസ് ഉണ്ട്: സ്മോൾ സൈസ്, മീഡിയം ആൻഡ് ലാർജ് സൈസ്. ഇത് സ്മോളാണ്. സ്മോൾ സൈസ് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റും. മീഡിയം സൈസ് കല്യാണം കഴിഞ്ഞവരും സെക്ഷലി ആക്റ്റീവായിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ലാർജ് സൈസ് ഒന്ന് പ്രസവിച്ച സ്ത്രീകളിൽ ഉപയോഗിക്കാൻ പറ്റിയതാണ് ലാർജ് സൈസ്. ഓക്കെ, ഇതിന് ചില ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് ഇത് പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. അതായത് ഈ നല്ലൊരു ബ്രാൻഡ് വാങ്ങുമ്പോൾ നമുക്കൊരു 500 രൂപേൻ്റെ താഴെ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഈ 500 രൂപക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം വരെ ഇത് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം ഇത് പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. പാഡ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്വിമ്മിങ്, അതുപോലെ തന്നെ ജിമ്മ്, സ്പോർട്സ് ഇതൊക്കെ പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടോ ഒരു തടസ്സമോ ഉണ്ടാവില്ല. ഒരു സ്ത്രീ ജീവിതകാലത്തിൽ ഏകദേശം ഒരു 6000 7000 ഒക്കെ പാഡ് ഉപയോഗിക്കുന്നുണ്ടാവും. ഓരോ പാഡിലും പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ പരിസ്ഥിതിക്ക് ഒരു ഭാരമാണ്. അപ്പോൾ അത് കാരണം നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ ഭൂമിയെ സ്നേഹിക്കുന്നു, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ പുതിയതായി ഇത് വാങ്ങിക്കഴിയുമ്പോൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് സോപ്പും വെള്ളമിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ ഇത് സ്റ്റെറൈലായി ഇത് ഡ്രൈ ആക്കിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതെങ്ങനെ ഇൻസേർട്ട് ചെയ്യും എന്നുള്ളതാണ് പലരുടെയും പേടി. ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് പോവുമോ, പിന്നെ തിരിച്ച് കിട്ടാതെ ആവുമോ, ഇങ്ങനെയുള്ള ഫിയർ എല്ലാവർക്കും ഉണ്ട്. അതും കൂടെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫുൾ ഡയാമീറ്റർ ഇങ്ങനെയാണ്. ഓക്കെ, ഇതിനെ നമുക്ക് ഈ ഡയാമീറ്റർ ചുരുക്കണം. അതിനെന്തൊക്കെ ചെയ്യണം? ഇത് നമുക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഈതർ സി ഷേപ്പ് ഓർ യു ഷേപ്പ് ആക്കുക, എന്നിട്ട് ഇൻസേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് 7 എന്നുള്ള ഷേപ്പിലാക്കുക. 7 ലെറ്റർ 7. ഓക്കെ, പിന്നെ പഞ്ച് ഡൗൺ, അതായത് ഒന്ന് പിടിച്ച് താത്തുക, എന്നിട്ട് ഇത് ചെറുതാക്കുക. ഓക്കെ, അപ്പോൾ ഡയമീറ്റർ ചെറുതാക്കിയിട്ടാണ് നമുക്കിത് ഉള്ളിൽ കയറ്റുക. അപ്പോൾ ഡയമീറ്റർ നമ്മൾ ചെറുതാക്കാൻ പോവുകയാണ്. ഇത് സി ഷേപ്പാക്കി. ഓക്കെ, സപ്പോസ് ഇത് വെജൈനയാണ്. വെജൈനൽ ക്യാവിറ്റി. ഇതിൽ നമ്മളിങ്ങനെ ചെറുതാക്കിയിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി ഓപ്പണായിട്ട് നമ്മളിങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കി നോക്കുന്നു. ഇത് പ്രോപ്പർലി ഫിറ്റായിട്ടുണ്ട്. ഇനി ഇത് വലിച്ചു നോക്കുന്നു, ഇത് അനങ്ങുന്നില്ല. അപ്പോൾ ലീക്കേജ് ഒന്നും ഉണ്ടാവില്ല, പ്രോപ്പർലി ഫിറ്റായി നിൽക്കും. ഇതിൽ ബ്ലഡ് കളക്റ്റ് ആവുകയും ചെയ്യും. ഇനി റിമൂവ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ തന്നെ ഇതിൻ്റെ ഡയമീറ്റർ കുറക്കുക, ഇങ്ങനെ ആക്കുക. ആ സെക്ഷൻ പ്രഷർ പോവും. അതിങ്ങനെ മെല്ലെ റിമൂവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ട് രണ്ടാമത് ഉപയോഗിക്കാവുന്നതാണ്. പലരും വന്ന് ചോദിക്കലുണ്ട്, മാഡം ഇത് ഉള്ളിലോട്ട് കയറിപ്പോവുമെന്ന്. ഇത് ഒരിക്കലും ഉള്ളിലോട്ട് കയറിപ്പോകാൻ സാധ്യതയില്ല. അതായത് നമ്മളിത് വെജൈനയിലാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് ഒരിക്കലും ഇത്ര വലിയൊരു ഡയമീറ്റർ നമ്മുടെ സർവൈക്കൽ കനാലിലൂടെ കയറി യൂട്രസിലോട്ട് പോവുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അതുകൊണ്ട് ആ പേടി നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുക. ഓക്കെ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സംശയങ്ങൾക്ക് വേണ്ടി കമൻറ്റ് ബോക്സിൽ വരികയും ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.